Dear students, in this video we will be discussing about the optical fibers. Optical fiber എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് വയേഴ്സിന് പകരം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ലൈറ്റ്സ് ആയിരിക്കും അല്ല. അപ്പം ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു തിൻ ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്യുവർ ഗ്ലാസ് മെറ്റീരിയൽസ് ആണ്. അതിന് ഡയമീറ്റർ ഏകദേശം 5 മുതൽ 50 മൈക്രോമീറ്റർ വരെ ഒക്കെയുള്ള ഡയമീറ്ററുള്ള ഫൈബേഴ്സ് ആയിരിക്കും. ഓക്കെ, നൗ ഈ ഫൈബേഴ്സിനുള്ളിലൂടെയാണ് ലൈറ്റ്സ് ഗൈഡ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് ഫ്യൂ മീറ്റേഴ്സ് നിന്ന് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് വരെ ഈ സിഗ്നൽസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്കറിയാം. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, പ്രൊപ്പഗേഷൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. അതായത് ലൈറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന് കുറഞ്ഞൊരു മീഡിയത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലിൽ നിന്നും അകന്നു പോകും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ശ്രദ്ധിക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകും. ഉള്ളിലുള്ളത് കൂടുതലും പുറമേ ഉള്ളത് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വീഴുന്ന സമയത്ത് ഈ റേ ജസ്റ്റ് അതിൻ്റെ സർഫസ്, സെക്കൻഡ് മീഡിയത്തിൻ്റെ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും. അതിന് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കുറഞ്ഞ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീഴുന്ന ഒരു റേ അതിന് കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് പോവാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് മുന്നേ ആദ്യം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. അപ്പോൾ സെൻട്രൽ പാർട്ട് ഞാൻ പറഞ്ഞ പോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു പോർഷൻ ഉണ്ടായിരിക്കും. അതിന് കോർ എന്ന് പറയും. അതിൻ്റെ തിക്നെസ് അറൗണ്ട് 50 മൈക്രോമീറ്റർ ആണ്. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമുക്ക് N1 എന്ന് പറയാം. കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. അതിന് പുറത്തൊരു ക്ലാഡിംഗ് ഉണ്ട്. ക്ലാഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെക്കാട്ടിലും കുറവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതാണ് ക്ലാഡിങ്. ക്ലാഡിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അത് ഡയമീറ്റർ അറൗണ്ട് 125 മൈക്രോമീറ്റർ ആയിരിക്കും. ഇനി ഈ ക്ലാഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഫൈബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തൊരു ഷീറ്റ് ഉണ്ടായിരിക്കും. ദർ ഇസ് എ ഷീത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ടോട്ടൽ ഷീത്ത് അടക്കമുള്ള ഫൈബറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 150 മൈക്രോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഷീത്തിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് പുറത്ത് നിന്നാൽ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാമേജസ് കുറയ്ക്കാനും എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കെമിക്കൽ റിയാക്ഷനെ തടയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഷീത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രൊപ്പഗേഷൻ മെക്കാനിസം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം. പ്രൊപ്പഗേഷൻ മെക്കാനിസം, അത് ബേസിക് മെക്കാനിസം എന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു ഡയഗ്രാം ഉണ്ട്. സപ്പോസ് AO ആണ്, ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയം ആണ്, സെക്കൻഡ് മീഡിയം ആണ്. ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ഒരു മീഡിയം ആണ് ടോപ്പിൽ. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആയിട്ട് എടുക്കാം. ഓക്കെ, നൗ ഒരു കൂടിയ മീഡിയത്തിൽ നിന്ന് ഒരു ആംഗിൾ θ1 ആംഗിളിൽ ഒരു റേ ഇൻസിഡൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് താഴെ നിന്നാണ് ആംഗിൾ ലൈറ്റ് വന്ന് പതിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ മീഡിയത്തിൽ ഒരു ലൈറ്റ് AO എന്നുള്ള ലൈറ്റ് അറ്റ് ആൻ ആംഗിൾ θ1 വന്ന് വീണാൽ ഇത് നോർമലി ഇങ്ങനെ പോകേണ്ടതാണ്. പക്ഷേ അതിനൊരു ബെൻഡ് ചെയ്യും ബിക്കോസ് ഓഫ് ദ റിഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമൽ. സർഫസിന് നോർമൽ വരച്ചിരിക്കുന്നു. നോർമലിൽ നിന്ന് അകന്നു പോകും. ഇതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് θ2 ആണ്. ഓക്കെ, ഇനി ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി BO എന്നുള്ള ലൈറ്റ് വന്ന് വീണു. ആ സമയത്ത് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വീണ്ടും കൂടി സർഫസിലൂടെ കടന്നുപോയി.
ഓക്കെ. അപ്പം ഈ ജസ്റ്റ് ഈ റിഫ്രാക്റ്റഡ് റേ സർഫസിലൂടെ ഉരസിക്കൊണ്ട് കടന്നു പോകുന്ന ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ. നൗ അതിനേക്കാട്ടിലും കൂടുതൽ, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിളിൽ ഒരു ലൈറ്റ് റേ വന്ന് പതിക്കുകയാണ്, CO എന്നുള്ള റേ വന്ന് പതിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വീണ്ടും കൂടിയിട്ട് ഈ റേ ഈ മീഡിയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥ വരും. അതായത് ഇവിടെ വന്നു, ലൈറ്റ് ഇവിടെ വന്ന് വീണു, ഇവിടെ നിന്ന് റിഫ്രാക്റ്റ് ചെയ്ത് അതേ മീഡിയത്തിൽ തന്നെ തുടരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ. സോ when a light ray incident on a denser medium at an angle greater than the critical angle of that medium, the light ray remains within the medium and this process is known as total internal reflection. Okay. അപ്പം ക്രിട്ടിക്കൽ ആംഗിളിന് ഒരു എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇപ്പോൾ നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ θc വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സർഫസിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതാണ്, 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ സ്നെൽസ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? n1 sin θ1, അതായത് ഈ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ഈ മീഡിയത്തിൻ്റെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് sin θ1 ഈക്വൽ ടു രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. നമുക്കറിയാം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ sin θ2 ആണ്. അപ്പം ഫോർ ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ sin θ1 എന്നുള്ള sin θc ആവും. അതുപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ആയിരിക്കും. sin θ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ sin θc ഈക്വൽ ടു n2/n1 എഴുതാം. അതുപോലെ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് θc ഈക്വൽ ടു sin ഇൻവേഴ്സ് n2/n1 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ ലൈറ്റിന് നഷ്ടം സംഭവിക്കുന്നില്ല. അതായത് ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റ് വേറെ തരത്തിലൊന്നും പുറത്തോട്ടൊന്നും പോകുന്നില്ല, ഇതേ മീഡിയത്തിൽ തന്നെ തുടരുന്നുണ്ട്. ദർ ഇസ് നോ ലോസ് ഓഫ് ലൈറ്റ് വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ മീഡിയം. So under such circumstances light beam is completely trapped inside the core and cannot escape from the core. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന ഈ ഡെൻസർ മീഡിയം എന്നുള്ളത് പാർട്ട് ആണ്, കോറാണ് എടുക്കുന്നത്. ഇതാണ് നമ്മളുടെ ഡെൻസർ മീഡിയം, ഇത് റയറർ മീഡിയം. ഓക്കെ. നൗ we have to define what is an acceptance angle and numerical aperture of the optical fiber. ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് എത്രത്തോളം ലൈറ്റിനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു നമ്മൾ ഇവിടെ ഇൻറ്റേർണലി ഇതിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കുറവ് ആംഗിളിൽ വരുന്ന ലൈറ്റ്സ് എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീഴുന്ന സമയത്താണ്. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാതെ എത്രത്തോളം ലൈറ്റിനെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും, കടത്തിവിടാൻ കഴിയും എന്നതിൻ്റെ ഒരു എമൗണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ആക്സെപ്റ്റൻസ് ആംഗിൾ എന്നുള്ളതുകൊണ്ട് ഫിസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. സോ കൺസിഡർ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ with core having a refractive index n1, cladding is having refractive index n2. Okay. അതിലേക്ക് കൺസിഡർ റേ ട്രാവൽസ് അലോങ് AO ഡയറക്ഷനിൽ ഒരു പുറത്ത് നിന്ന് ഒരു റേ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പുറത്തുള്ളതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0 ആയിട്ട് എടുക്കാം. ഓക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഔട്ട്സൈഡ് മീഡിയം ഈസ്, ഔട്ട്സൈഡ് നമ്മൾ സാധാരണ എയർ ആയിട്ടാണ് എടുക്കാറ്, എങ്കിലും ഔട്ട്സൈഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n0 ആയിട്ട് എടുക്കാം. ഓക്കെ. നൗ AO റേ എൻ്റർ ചെയ്തു, അതിന് റിഫ്രാക്ഷൻ നടന്ന് ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിലേക്ക് കയറി. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ θ1 ആണ്. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ നടന്ന ആ റേ ഇവിടെ വന്ന് വീണു. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വരാമെന്ന് പറഞ്ഞാൽ കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസ് ആണ്. ഓക്കെ. അപ്പോൾ അവിടെയുള്ള ഒരു നോർമൽ വരച്ചിട്ട് ഇവിടേക്ക് വന്ന് വീഴുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 മൈനസ് θ1 ആണ്. ഓക്കെ. സോ let the ray refract along OB at an angle θ1 in the core and at B
it just moves along the interface between core and cladding. Therefore 90 minus theta 1 is the critical angle. Hence any ray enters at an angle of incidence greater than theta 0. ഇതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 90 മൈനസ് തീറ്റ 1 ആണ്. അപ്പം കാര്യം ഈ റേ എൻ്റർ ചെയ്തു, ഇവിടെ വന്ന് വീണു, ഇവിടെ വന്ന് വീണ റേ ജസ്റ്റ് സർഫസിലൂടെയാണ് പാസ് ചെയ്തത്. ഇറ്റ് ഈസ് റിഫ്രാക്റ്റഡ് അലോങ് ദ സർഫസ്. അപ്പം ഇതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ 1 ആണ്. ഓക്കെ. ഇനി എനി റേ വിച്ച് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ തീറ്റ 0. അപ്പോൾ ഇത് വന്ന് വീണത് തീറ്റ 0 ആണ്. തീറ്റ 0-നെക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വിൽ ഹാവ് ആൻ ആംഗിൾ ലെസ് ദാൻ, സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ലെസ് ദാൻ 90 മൈനസ് തീറ്റ 1 ആയിരിക്കും. സോ ദ ക്രിട്ടിക്കൽ ആംഗിൾ അറ്റ് ദ ഇൻ്റർഫേസ്, ക്രിട്ടിക്കൽ ആംഗിൾ 90 മൈനസ് തീറ്റ 1. ഈ 90 മൈനസ് തീറ്റ 1-നെക്കാട്ടിലും കുറവായിരിക്കും when a light ray enters at an angle greater than theta 0. Thus that will be low. That light ray will be refracted and lost. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കില്ല. ഓക്കെ. അപ്പോൾ എപ്പോഴും ഇത് ഈ റേ 90 മൈനസ് തീറ്റ 1-നെക്കാളും കൂടുതലായിരിക്കണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, എന്നാൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. ഓക്കെ. സോ ഇതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. എയോ എന്ന് പറഞ്ഞ റേ തീറ്റ 0 ആംഗിളിൽ വന്ന് വീണു. ആ വന്ന് വീണ റേ തീറ്റ 1 ആംഗിളിൽ റിഫ്രാക്റ്റ് ചെയ്തു അലോങ് ഒ ബി. ഇത് ബി ആണ്. ഈ ബിയിൽ വന്ന് പതിച്ചതിന് ശേഷം റിഫ്രാക്റ്റ് ചെയ്ത സർഫസിലൂടെയാണ്, ആ ഇൻ്റർഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെയും ഇൻ്റർഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് ഇതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 90 മൈനസ് തീറ്റ 1 ആണ്. ഓക്കെ. അപ്പോൾ അതിനേക്കാട്ടിലും കൂടുതൽ ആംഗിൾ ഇവിടെ കിട്ടിയാൽ മാത്രമേ ഇത് ടോട്ടൽ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും തീറ്റ 0-ക്കാട്ടിലും കുറവായിരിക്കണം. ഓക്കെ. സോ ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ റേ എൻറ്റേഴ്സ് ഇൻ ടു ദ കോർ അറ്റ് ആൻ ആംഗിൾ ലെസ് ദാൻ തീറ്റ 0 വിൽ ഹാവ് ആൻ ആംഗിൾ മോർ ദാൻ 90 മൈനസ് തീറ്റ 1 അറ്റ് ദ ഇൻ്റർഫേസ്. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറവ് ആംഗിൾ വന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ ആംഗിളായിരിക്കും വന്ന് വീഴുന്നത് അറ്റ് ബി. സോ അത് ടോട്ടൽ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്യും. സോ ദിസ് ആംഗിൾ theta 0 at the center of the core is called acceptance angle. അപ്പം ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പോൾ ഈ ആക്സെപ്റ്റൻസ് ആംഗിൾ ഇത് 3 ഡയമെൻഷനായിട്ട് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു തീറ്റ 0 ആംഗിൾ വെച്ചിട്ട് ഒരു കോൺ വരയ്ക്കാം നമുക്കിവിടെ. അപ്പം അതിന് ആക്സെപ്റ്റൻസ് കോൺ എന്ന് പറയും. ഓക്കെ. അതായത് മേലേക്ക് തീറ്റ 0 വരയ്ക്കുക, എല്ലാ ഡയറക്ഷനും തീറ്റ 0 ഡയറക്ഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോൺ പോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ. സോ അതിന് ആക്സെപ്റ്റൻസ് കോൺ എന്ന് പറയും. ഇനി സൈൻ ഓഫ് ദിസ് തീറ്റ 0 ഈസ് കോൾഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഓക്കെ. സൈൻ തീറ്റ 0 ഈസ് കോൾഡ് ആസ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ വെച്ചിട്ടൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരും. എപ്പോഴും ഓർക്കുക, കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1-ഉം ക്ലാഡിങ്ങിൻ്റെ N2 ആയിരിക്കും. ഔട്ട്സൈഡ് ഉണ്ടെങ്കിൽ അത് N0 ആയിരിക്കും. ഓക്കെ. നൗ കണ്ടീഷൻ ഫോർ പ്രൊപ്പഗേഷൻ. നമുക്കറിയാം കണ്ടീഷൻ ഫോർ പ്രൊപ്പഗേഷൻ എന്താണ്? എപ്പോഴും ഈ തീറ്റ 0 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എപ്പോഴും തീറ്റ 0-ക്കാട്ടിലും കുറവായിരിക്കണം. ഓക്കെ. നൗ അത് ന്യൂമറിക്കലി എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. സോ ലെറ്റ് AO be the incident ray falls at an angle theta 0 that refracts along BC at an angle theta 1. ഓക്കെ. ആംഗിൾ തീറ്റ 1-ൽ റിഫ്രാക്റ്റ് ചെയ്തു. അപ്പോൾ അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ പ്രകാരം ലൈറ്റ് പുറത്തുനിന്നാണ് എൻ്റർ ചെയ്യുന്നത്. പുറത്തത്തെ എൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ 0 ആണ്. സോ N0 സൈൻ തീറ്റ 0 ഈക്വൽ ടു ഇവിടെയുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തീറ്റ 1 ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്. സോ N1 സൈൻ തീറ്റ 1. ഓക്കെ. നൗ സെക്കൻഡ് സർഫസിൽ എന്താ സംഭവിക്കുന്നത്? സെക്കൻഡ് സർഫസിൽ വന്ന് തീറ്റ 1-ൽ വന്ന് വീഴുന്ന റേ ഇവിടെ വന്ന് വീഴുന്നു അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 90 മൈനസ് തീറ്റ 1 ആണ്. അത് സർഫസിലൂടെ കടന്നു പോകുന്നു. സോ ഇവിടെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണ്. N1 ഇൻറ്റു സൈൻ 90 മൈനസ് ഇവിടെ N1 ഉണ്ട്. സോ ഇവിടെ N1 കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. N1 ഇൻറ്റു സൈൻ 90 മൈനസ് തീറ്റ 1 N1 ഇൻറ്റു
സൈൻ 90 മൈനസ് തീറ്റ 1 ഈക്വൽ ടു ഈ ഇൻ്റർഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 സൈൻ 90. ഓക്കെ, സോ യു ഹാവ് n1 സൈൻ 90 മൈനസ് തീറ്റ 1 ഇസ് കോസ് തീറ്റ 1 ഈക്വൽ ടു n2. കോസ് തീറ്റ 1 ഈക്വൽ ടു n2 ബൈ n1 എന്ന് വരും. ഓക്കെ, നമുക്കറിയാം സൈൻ തീറ്റ 0 ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. സോ വി ഹാവ് സൈൻ തീറ്റ 0 ഈക്വൽ ടു സൈൻ തീറ്റ 0 ഇവിടുന്ന് കിട്ടും n1 ബൈ n0 ഇൻറ്റു സൈൻ തീറ്റ 1 വരും. സോ n1 ബൈ n0 ഇൻറ്റു സൈൻ തീറ്റ 1. സൈൻ തീറ്റ 1 എങ്ങനെ കണ്ടുപിടിക്കാം? സൈൻ തീറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ 1. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ 1 നമുക്കറിയാം, അതിൻ്റെ സ്ക്വയർ എടുക്കാം. ഓക്കെ, n1 ബൈ n0 ഇൻറ്റു 1 മൈനസ് n2 സ്ക്വയർ ഡിവൈഡ് ബൈ n1 സ്ക്വയർ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. n1 സ്ക്വയർ ഇവിടെ വരും, n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n1 സ്ക്വയർ വരും. അപ്പം റൂട്ട് എടുത്തു കഴിഞ്ഞാൽ n1 വരും. ആ n1ഉം ഇവിടുത്തെ n1ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി സൈൻ തീറ്റ 0 ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n0 എന്ന് വരും. ഓക്കെ, ഇനി ഔട്ട്സൈഡ് മീഡിയം എയർ ആണെങ്കിൽ n0 ഈക്വൽ ടു 1 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ അപ്പർച്ചർ സൈൻ തീറ്റ 0 ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ എന്ന് വരും. സോ NA ഈക്വൽ ടു n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഓക്കെ, സോ ഇതിൽ ചോദിക്കാവുന്ന ഒരു പ്രോബ്ലം തന്നത് കോറിൻ്റെയും ക്ലാഡിൻ്റെയും ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ട് ആക്സെപ്റ്റൻസ് ആംഗിൾ എത്രയാണ്, ന്യൂമറിക്കൽ അപ്പർച്ചർ എത്രയാണ് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് ചോദിക്കാറ്. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ ഓർത്ത് വെക്കണം. ഓക്കെ, നൗ ഇഫ് തീറ്റ 0 is theta I is the angle of incidence of an incident ray, then the ray will be able to propagate only angle of incidence is less than theta 0. തീറ്റ 0ക്കാട്ടിലും കുറവാകുമ്പോൾ മാത്രമേ റേക്ക് ഒരു എൻ്റർ ചെയ്യുന്ന റേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ സൈൻ തീറ്റ ഐ ഷുഡ് ബി ലെസ് ദാൻ സൈൻ തീറ്റ 0. ഓക്കെ, സൈൻ തീറ്റ ഐ ഷുഡ് ബി ലെസ് ദാൻ സൈൻ തീറ്റ 0 നമുക്കറിയാം n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. സോ സൈൻ തീറ്റ ഐ ഷുഡ് ബി ലെസ് ദാൻ ന്യൂമറിക്കൽ അപ്പർച്ചർ വിച്ച് ഈസ് ദ കണ്ടീഷൻ ഫോർ പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇതാണ് ഒരു ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. ഓക്കെ, now we can define another quantity called the fractional index. Fractional index എന്ന് പറഞ്ഞാൽ it is the ratio of difference between refractive index of the core and the cladding to the refractive index of the core. So n1 minus n2 divided by n1 ആണ് ഫ്രാക്ഷണൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷണൽ ഇൻഡെക്സും ന്യൂമറിക്കൽ അപ്പർച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കാം, ഡെൽറ്റ ഈക്വൽ ടു ഇസ് ദ ഫ്രാക്ഷണൽ ഇൻഡെക്സ്, ഡെൽറ്റ ഈക്വൽ ടു n1 മൈനസ് n2 ബൈ n1. ഓക്കെ, സോ n1 മൈനസ് n2 ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഇസ് ഈക്വൽ ടു n1 ഡെൽറ്റ എന്ന് എഴുതാം. ഇപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഔട്ട്സൈഡ് എയർ ആണെങ്കിൽ n0 മാറ്റിയിട്ട് 1 ഇടുക. സോ യു ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് n1 പ്ലസ് n2 ഇൻറ്റു n1 മൈനസ് n2. സോ n1 മൈനസ് n2ന് പകരം ഇത് റീപ്ലേസ് ചെയ്യുക, n1 ഡെൽറ്റ എന്ന് കൊടുക്കുക. സോ ഡെൽറ്റ n1 കൊടുത്തു. ഇനി കോറിൻ്റെയും ക്ലാഡിങ്ങിൻ്റെ ഒക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, വളരെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ n1 പ്ലസ് n2 എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് 2n1 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇത് മാറ്റിയിട്ട് 2n1 കൊടുക്കാം. ഇവിടെ ഒരു n1 ഉണ്ട്. സോ 2n1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, സോ n1 പുറത്തെടുക്കാം. സോ n1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡെൽറ്റ എന്ന് എടുക്കാം. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈക്വൽ ടു n1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 ഡെൽറ്റ. You can see that numerical aperture increases with increase in fractional index so as to receive a maximum light into the fiber. Okay, so ഇതാണ് numerical aperture ഉം fractional index ഉം തമ്മിലുള്ള relation. So we have studied what is a numerical aperture and what is an acceptance angle, what is their relationship, അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ആംഗിൾ. ഇത് പഠിച്ചു വയ്ക്കുക. ന്യൂമറിക്കൽ അപ്പർച്ചർ കാണാനുള്ള പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഇൻഡെക്സും ന്യൂമറിക്കൽ അപ്പർച്ചറും തമ്മിലുള്ള റിലേഷൻ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ വിൽ ഡിസ്കസ് ദ മോഡ്സ് ഓഫ് പ്രൊപ്പഗേഷൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.